ഹലോ ഗീസ്, അസ്സലാമു അലൈക്കും. നമ്മളെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. ഞാൻ രാവിലെ മുതലുള്ള ഒന്നിങ്ങനെ കാണിക്കാൻ വിചാരിച്ചാണ്. അപ്പം പൊടി കാട്ടാൻ വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട്. രാവിലെ തന്നെ എന്നൊരു വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഞാൻ സുബഹി ബാങ്ക് കൊടുത്ത നമസ്കാരമൊക്കെ കഴിഞ്ഞ ആൾക്കാരൊക്കെ കൂടി ഞാൻ അടുക്കളയ്ക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ നമുക്ക് പത്തിരിയാണ്. അതിനൊപ്പം പൊടി കാട്ടാൻ വേണ്ടി വെള്ളം വെക്കാൻ വെച്ച് കർമ്മൂസെടുത്ത് ചെത്തി വെച്ചത് മീൻ ഏട്ടുണ്ട്, അയിലുണ്ട്. അപ്പോൾ എടുത്ത് വെള്ളത്തിട്ട് വെച്ചത്. പിന്നെ പത്തിരിയിലൊക്കെ നമ്മൾ മുരിങ്ങയില കറിയൊക്കെ അയച്ച മുരിങ്ങയില കുറേ ദിവസം മുന്നേ ഏരി ടിന്നിലാക്കി ഫ്രിഡ്ജ് വെച്ചതാണ്. അതെടുത്തപ്പോൾ ഒന്ന് കറി ഉണ്ടാക്കി വെച്ച് അതെടുത്ത് വെച്ചത്. പൊടിയെല്ലാം വാട്ടി കുഴച്ച് റെഡി ആയി നമുക്ക് പത്തിരി ഉണ്ടാക്കാം. ഇങ്ങനെ പത്തിരിയൊക്കെ വരത്തി ടിന്നിലാക്കുകയാണ്. ഇത്തിരി ഉണ്ടാക്കി വെച്ചത് ദിവസമേലാണ് വരുത്തുന്നത്. വരുത്തണേ കാണിക്കാൻ വീഡിയോ എടുക്കാൻ ആളില്ല, ഞാൻ ഒറ്റക്കാണ് എടുക്കുന്നത്. വരുത്തുന്നതൊക്കെ അതുകൊണ്ടാണ് പൊടിയില്ല. നമ്മൾ തോന പൊടി വരുത്തി ടിന്നിലാക്കി വെക്കും. എന്നിട്ട് ഇന്ന് കുറച്ചെടുക്കും, ബാക്കി നാളെ എടുക്കും. നാളത്തെ ബാക്കിൻ്റെ മറ്റന്നാൾ എടുക്കും. അങ്ങനെ പരത്തി വെക്കലാണ്. പൊടി വാട്ടുമ്പോൾ കുറച്ച് തോന വാട്ടി ഇങ്ങനെ പരത്തി വെക്കലാണ്. പത്തിരിയൊക്കെ പരത്തി റെഡിയായി കഴിഞ്ഞു. ഇനി ആ ചപ്പാത്തിക്ക് മാവ് കുഴച്ച് വെച്ചേക്കണേ. അപ്പം മരുമോൾക്ക് ഷുഗറുണ്ട് പറഞ്ഞത്. അപ്പം ചപ്പാത്തി അരിഭക്ഷണമൊക്കെ കുറച്ചിട്ട് ചപ്പാത്തി കഴിച്ചോളാൻ പറഞ്ഞത്. രാത്രിയും രാവിലെയൊക്കെ രണ്ട് നേരത്തിനും കൂടെ ഒക്കെ ചപ്പാത്തി ഉണ്ടാക്കുക. ചപ്പാത്തി ഇതുപോലെ വരുത്തി നാളേക്കുള്ള ഫ്രിഡ്ജ് വെക്കാൻ വിചാരിച്ച് തോനെ കുഴച്ചതാണ്. ഫുഡ് തരുന്നില്ലെങ്കിൽ ഇൻസുലിൻ വെക്കേണ്ടി വരും പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ചപ്പാത്തി തന്നെ കൊടുക്കുക വിചാരിച്ചു. ഇങ്ങനെ ചപ്പാത്തിയൊക്കെ പരത്തി ചപ്പാത്തി മാവ് ആക്കി ഫ്രിഡ്ജ് വെക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടാണ്. ഇനി നാളെ ഉണ്ടാക്കാം.